ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരാഗ്രഹം ഉണ്ടായിരിക്കും, ആ ഒരു റിലേഷൻഷിപ്പ് എന്നും നിലനിൽക്കണം, മരണം വരെ അവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. നേരെ തിരിച്ചും ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ആൾ കംഫർട്ടബിൾ ആണ്, ലൈഫ് ടൈം അവർ കൂടെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവരിൽ വരുന്ന ഒരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് പരാതികൾ ധാരാളം പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പരാതികൾ പറയുമ്പോൾ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എന്താണോ കിട്ടാത്തത് അതിലായിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്ത് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതിൽ നമ്മുടെ ഫോക്കസ് പോകുന്നേ ഉണ്ടാവത്തില്ല. ചിലപ്പോൾ നമുക്ക് ഒരു 100 കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു 10 കാര്യങ്ങൾ ലഭിക്കുന്ന സമയത്ത് ചിലപ്പോൾ 1 or 2 ആയിരിക്കും കിട്ടാത്തത് ഉണ്ടാവുക. അതിന് ചൊല്ലിയിട്ടായിരിക്കും നമ്മൾ പരാതി പറയുന്നത്, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ പരാതികൾ കൂടും തോറും ആ റിലേഷൻഷിപ്പിൽ അറിയാതെ ഒരു ഇമോഷണൽ കണക്ഷൻ കുറഞ്ഞു വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അത് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്: തിങ്ക് അബൌട്ട് വാട്ട് യു ഗെറ്റ്, നോട്ട് ഡോണ്ട് ഗെറ്റ് എന്നുള്ളതിനെ പറ്റിയിട്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് താങ്ക്സ് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് പറയുക. അത് നിങ്ങളുടേതായിട്ടുള്ള ശൈലിയിൽ താങ്ക് യു എന്ന് തന്നെ പറയണമെന്നില്ല, നന്ദി പറയാം, നിങ്ങളുടേതായിട്ടുള്ള രീതി നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. പലപ്പോഴും പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യം എനിക്ക് ചെയ്തു തരിക എന്ന് പറയുന്നത് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്തമാണല്ലോ. ഭാര്യ, ഭർത്താവ് അല്ലെങ്കിൽ കാമുകൻ, കാമുകി ആരും ആയിക്കോട്ടെ, അവരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ചെയ്തു തരുന്നതിന് ഞാൻ എന്തിനു താങ്ക്സ് പറയണം എന്ന് ചിന്തിക്കുന്ന പല ആളുകളും ഉണ്ട്. അങ്ങനെയല്ല. ഇപ്പോൾ കുക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജോലിയിലുള്ള സപ്പോർട്ട് ആയിക്കോട്ടെ, വീട്ടിലുള്ള ജോലികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നതായിക്കോട്ടെ, എന്താണെങ്കിലും ഇന്ന ആളുടെ കടമ എന്നൊന്നുമില്ല. കടമയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആരാണോ ചെയ്യുന്നത് അവർക്ക് നന്ദി പറയുക എന്ന് പറയുന്നത് ആ ഒരു റിലേഷൻഷിപ്പിൽ പരസ്പരം കൂടുതൽ ബോണ്ടിങ്ങും കെമിസ്ട്രിയും ഒക്കെ ഉണ്ടാക്കാൻ വളരെയധികം സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ്, താങ്ക്സ് പറയുക. ഈ വീഡിയോ കാണുന്ന സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർക്ക് താങ്ക്സ് പറയുക. ഇനി മൂന്നാമതായിട്ട് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എന്നുള്ളതാണ്. അത് സ്പെഷ്യൽ ഡേയ്സിലാവാം, വെഡിങ് ആനിവേഴ്സറി ആവാം, അല്ലെങ്കിൽ ബർത്ത്ഡേ ആവാം, അല്ലെങ്കിൽ കുട്ടികളുടെ ബർത്ത്ഡേ ആവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ആഘോഷിക്കുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ കൈമാറുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ചെറുതാണോ വലുതാണോ എന്നുള്ളത് നോക്കണ്ട, അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇനി ഒരു സ്പെഷ്യൽ ഡേ അല്ലാത്ത ദിവസങ്ങളിലും സർപ്രൈസ്ഡ് ആയിട്ടൊക്കെ ഗിഫ്റ്റുകൾ കൊടുക്കുന്നത്, അത് കൈമാറുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് രണ്ടുപേർക്കുള്ളിൽ ആ ഒരു ബോണ്ടിങ് ഒന്നുകൂടി സ്ട്രോങ് ആവാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ഡു ഇറ്റ്. നെക്സ്റ്റ് വൺ പറയുന്നത്, എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ് ഇമോഷണൽ നീഡ് എന്ന് പറയുന്നത്. അഥവാ ഒരാൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അയാളെ കേൾക്കുക. മെയിനായിട്ട് പറയുന്നത് നന്നായിട്ട് ലിസൺ ചെയ്യുക. ആ ലിസൺ ചെയ്താൽ തന്നെ അവർക്കൊരു വലിയ ഇമോഷണൽ സപ്പോർട്ട് കിട്ടി എന്നുള്ള ഒരു തോന്നലുണ്ടായിരിക്കും. അപ്പോൾ ഇമോഷണൽ നീഡ് എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇമോഷണൽ നീഡിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ്. അവർ വിഷമത്തിലാണെങ്കിൽ അവർ വിഷമത്തിൽ നമ്മൾ കൂടെ നിൽക്കണം. അവർ സന്തോഷത്തിലാണെങ്കിൽ അവരുടെ കൂടെ നിന്നിട്ട് നമ്മളും സന്തോഷിക്കണം എന്നുള്ളതാണ്. സോ എന്താണോ ഇമോഷൻ, ആ ഇമോഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവരുടെ ഒരാളായിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. സോ അതിൽ ലിസണിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിസിക്കൽ നീഡ് എന്ന് പറയുന്നത്. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ജന്മന രണ്ടു കൂട്ടർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ ആ ഒരു ഫിസിക്കൽ നീഡിനെ ഒരാൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതല്ല, രണ്ടുപേർക്കും താല്പര്യമുള്ള സമയത്ത് രണ്ടുപേരും റിലേഷൻഷിപ്പിൽ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അഥവാ ഫിസിക്കൽ നീഡ് എന്നും വേണം, എപ്പോഴും വേണം, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്.
അത് ഉണ്ടായിരിക്കണം. ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു ബോണ്ടിങ്ങും കെമിസ്ട്രിയും ഉണ്ടാവാൻ അത് രണ്ടുപേർക്കും മൂടുള്ള സമയത്ത് അത് നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗിവ് സ്പേസ് നോട്ട് കൺട്രോൾ എന്നുള്ളതാണ്. രണ്ടു കൂട്ടർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ വൈഫിന് കല്യാണം കഴിഞ്ഞു ജോലിക്ക് പോകണം എന്ന് പറയുന്ന സമയത്ത് അവരെ ജോലിക്ക് വിടാതെ വീട്ടിൽ നീ കുട്ടികളെ നോക്കിയാൽ മതി എന്ന് പറയാതെ അവരെ ആ രീതിയിൽ കൺട്രോൾ ചെയ്യാതെ, കുട്ടികളെന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ്, എല്ലാവരും നോക്കേണ്ട ഒന്നാണ്. അപ്പോൾ നമ്മൾ അവർക്ക് ജോലിക്ക് പോകാനുള്ള ഒരു സ്പേസ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഭർത്താക്കന്മാരാണെങ്കിൽ ചിലപ്പോൾ ഈവനിങ്ങിൽ കളിക്കാൻ പോവുകയോ അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, റോട്ടിൽ പോയിരിക്കുക, അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പല രീതിയിലായിരിക്കും പല ആളുകളും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് പോരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നതൊക്കെ വളരെയധികം റിലേഷൻഷിപ്പിൽ കോട്ടം തട്ടും എന്നുള്ളതാണ്. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീവ് സ്പേസ്. രണ്ടു പേർക്കും അവിടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഹോബീസൊക്കെ ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുക, ഓവറായിട്ട് കൺട്രോൾ ചെയ്യാതിരിക്കുക, ഓവർ പൊസസീവ്നെസ് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് വീട്ടിലെ ജോലികൾ എന്ന് പറയുന്നത് അത് ഭാര്യയുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും ഈക്വലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ഒന്നിച്ച് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരസ്പരം സഹായിക്കാനുള്ള ആ ഒരു മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കപ്പെടുകയും ആ റിലേഷൻഷിപ്പിൽ വലിയ രീതിയിലുള്ള ഒരു ബോണ്ടിങ് കെമിസ്ട്രി ഒക്കെ വർക്കൗട്ട് ആവും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഏകദേശം 6ഓളം പോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 കാര്യങ്ങൾ, ഈ ഒരു 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിരിക്കും. മാത്രമല്ല ഒരുപാട് കാലം വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നല്ല മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.